ഏതായാലും വളരെ സന്തോഷം കേട്ടോ. നമ്മുടെ ചെറൂർ ഹൈസ്കൂളിൽ 10 ലക്ഷം രൂപ ചെലവാക്കിക്കൊണ്ട് കണ്ണമംഗലം ജിദ്ദ KMCC വലിയ സമ്മാനമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇത് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഒരു ഡിജിറ്റൽ ലൈബ്രറി. ഞാൻ ഇവിടുത്തെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ എല്ലാവിധ നന്ദിയും ഇവരോട് രേഖപ്പെടുത്തുകയാണ്. ഇത് ശരിക്കും ഞങ്ങൾ ഞെട്ടിപ്പോയി. കാരണം ഒരു കോംപ്രമൈസും ഇല്ലാതെ ഇതിൻ്റെ വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. ഏതായാലും KMCCയെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് പ്രവർത്തനങ്ങൾ വിവിധ മേഖലയിൽ ചെയ്യുമ്പോൾ ഞങ്ങളും കൂടെ വലിയ രീതിയിൽ പരിഗണിച്ചു എന്ന് പറയുന്നുണ്ട്. കണ്ണമംഗലം പഞ്ചായത്ത് ഇത് മാത്രം ഒരുപാട് ചെയ്യുന്നുണ്ട്. ഏതായാലും സന്തോഷം. ആദ്യം നിങ്ങൾ ആളുകളെ ടീമിനൊന്ന് പരിചയപ്പെടുത്തി. ഞാൻ കണ്ണമംഗലം ജിദ്ദ KMCC ജനറൽ സെക്രട്ടറി സിദ്ദീഖ് പുള്ളാട്ട്, ഇത് ട്രഷറർ നുഫേല്, ഇത് മണ്ഡലം സെക്രട്ടറി സമദ് ചോലക്കല്, ഇത് ജില്ലാ സെക്രട്ടറി ഷിഹാബ് പുളിക്കല്, ഇത് ഞങ്ങളെ സഹപ്രവർത്തകനും യൂത്ത് ലീഗിന്റെ പ്രസിഡന്റുമായ സെക്രട്ടറി അസർ, പിന്നെ വേൾഡ് KMCC നേതാവ് ലത്തീഫ് യൂത്തി, SMC ചെയർമാൻ. ഏതായാലും ഞങ്ങൾക്ക് ചെറൂരിന് എന്താ നിങ്ങൾ ഇത്ര വലിയ രീതിയിൽ പരിഗണിച്ച എന്താ സംഭവം? ഞങ്ങളോട് ഇവിടുത്തെ മാനേജ്മെന്റ് കമ്മിറ്റി ഇതുപോലെ ഒരു ലൈബ്രറി എടുത്തു തരാൻ പറ്റുമെന്ന് ആവശ്യപ്പെട്ടു. അതിന്റെ ചർച്ച ഞങ്ങള് കമ്മിറ്റിയില് ഇതിന് കൂടുതൽ മെമ്പർമാർ സൗദിയിലാണ്, അവരുമായിട്ട് ചർച്ച ചെയ്ത് നമുക്ക് വിപുലമായിട്ട് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു. ഏകദേശം 15 ലക്ഷം രൂപന്റെ അടുത്ത് ഇന്നത്തെ ഉദ്ഘാടനം അടക്കം ഞങ്ങൾക്ക് പിന്നെ ചെലവ് എന്നതിന്റെ ശേഷമാണ് ഞങ്ങൾ ഇത് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ വിശദീകരണം മണ്ഡലം ജില്ലാ സെക്രട്ടറി ഇതിൽ കൂടുതൽ ആളുകൾ പഠിച്ചിറങ്ങിയിട്ടുള്ള സ്കൂളാണ്. ഏറ്റെടുക്കാനുള്ള ഒരു കാരണം കൂടി ഉണ്ട്. ഈ മാനേജ്മെന്റ് ഇതിന് CHന്റെ പേരിടാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മൾ ഇവര് വളരെ ആവേശത്തോടു കൂടിയാണ് അത് ഏറ്റെടുത്തത്. ഇതിൽ കൂടുതൽ ആളുകളും പഠിച്ചത് ഈ സ്കൂളിൽ തന്നെയാണ്. അപ്പൊ അത്രത്തെ സംവിധാനം പിന്നെ നമ്മുടെ കമ്മിറ്റിയിൽ ഇപ്പൊ പ്രസിഡന്റ് ആയാലും മറ്റ് ഭാരവാഹികളൊക്കെ നിങ്ങളുടെ പരിപാടിയിൽ പ്രവാസികളാകുമ്പോൾ എല്ലാ പരിപാടിയിലും പങ്കെടുക്കാൻ കഴിയില്ല. എങ്കിൽ കൂടിയിട്ട് അവരൊക്കെ സജീവമായിട്ടുള്ള പിന്തുണയിലാണ് നമുക്ക് ഇങ്ങനെ വലിയൊരു സംവിധാനം ഇവിടെ ഒരുക്കാൻ കഴിഞ്ഞാൽ അത് വളരെ സന്തോഷമുണ്ട്. വളരെയധികം സന്തോഷം. ഞങ്ങൾ ഒരു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കി ചെറൂർ സ്കൂൾ ഇതിന് മുന്നേ തന്നെ ഒരു പൂന്തോട്ടം ഞങ്ങൾ കണ്ണമംഗലം ജിദ്ദ KMCC ഏറ്റെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു 10-15 വർഷത്തിനിടയ്ക്ക് 50 ലക്ഷത്തിലധികം ജീവകാരുണ്യ പ്രവർത്തനം, 50 ലക്ഷത്തിലധികം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനം കണ്ണമംഗലം പഞ്ചായത്തിൽ ഞങ്ങൾ ചെലവഴിച്ച് നടത്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ബൈത്തുർ റഹ്മകൾ ഈ കമ്മിറ്റി നടത്തി കൊടുത്തിട്ടുണ്ട്. പാലിയേറ്റീവിനൊരു ബിൽഡിംഗ്, അതുപോലെ തന്നെ പാലിയേറ്റീവിനൊരു ഹോം കെയർ വാഹനം, അതുപോലെ തന്നെ കണ്ണമംഗലം വൈറ്റ് ഗാർഡിന് ഒരു ഹോം കെയർ വാഹനം നമ്മൾ ഇതിന്റെ മുന്നേ നടത്തി കൊടുത്തിട്ടുണ്ട്. ഹാപ്പി സന്തോഷം. നമ്മളൊക്കെ പഠിച്ചൊരു സ്കൂളാണ്. ഇതൊക്കെ നമ്മളെ സ്റ്റുഡൻസ് ആയിട്ടാ ഇവർ നമ്മളെക്കാളും വളർന്നു. മാഷാ അല്ലാഹ്. ഹാപ്പിയാണ്. എന്ത് തോന്നുന്നു? 15 വർഷത്തെ ജൈത്ര യാത്രയിലെ ഒരു പുൻതോവൽ കൂടിയാണ് ഈ ഒരു ലൈബ്രറി എന്നുള്ളത്. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഈ കമ്മിറ്റിക്ക് സാധിക്കട്ടെ. എന്താ മുജീബായി എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷം. നമ്മളൊരു ചെറിയ ഒരു ഉസ്ബെക്കിസ്ഥാൻ KMCCയുടെ പ്രസിഡന്റ് കൂടിയാണ്. സന്തോഷം. ഓക്കെ, അടിപൊളി. വളരെ സന്തോഷം. നമുക്കിങ്ങനെ ഒരു ലൈബ്രറി നമുക്ക് തന്നെ നമ്മളൊരു ചെറിയ നമ്മൾ ഇത്രയൊന്നും നമ്മൾ കരുതിയില്ല. ചോദിച്ചപ്പോ ചെറിയതായിട്ട് ചോദിച്ചതാണ്. അപ്പൊ അത് വളരെ മനോഹരമായി നമുക്ക് നൽകി. പക്ഷേ മലപ്പുറം ജില്ലയിൽ തന്നെ CHന്റെ പേരിൽ ഇത്ര നമ്മളെ സാധാരണക്കാരെ ഗ്രാമീണ പ്രദേശത്ത് ഇത്ര വലിയ ഒരു വിപുലമായ ഒരു ലൈബ്രറിയും ഒരു റീഡിംഗ് റൂമും ഉണ്ടോയെന്ന് സംശയമാണ്. അത് നമ്മൾ എത്തിക്കാനൊക്കെയാണുള്ളത്. മാത്രമല്ല ഇവിടുത്തെ KMCCയുടെ ജിദ്ദ KMCCയുടെ നേതാക്കന്മാരും പ്രവർത്തകരും എന്ന് പറയുന്നത് വേൾഡ് KMCC ഉൾപ്പെടെയുള്ള നമ്മളെ കണ്ണമംഗലത്തെ പ്രദേശത്ത് ഇവരൊക്കെ യഥാർത്ഥത്തിൽ ഈ എത്തിങ്ങാന സ്ഥാപനങ്ങളുമായി ഒരു ആത്മബന്ധമുള്ളവരാണ്. എന്താണ് ഹാപ്പിയല്ലേ? ഓ, ഹാപ്പിയാ. എനിക്ക് ഇതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം ഇതിന്റെ HM പൂക്കുത്ത് മുജീബ് ഇവരൊക്കെ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഇവരോട് ഈ പഞ്ചായത്ത് സിദ്ദീഖ് അടക്കമുള്ള നജമുദ്ദീൻ അടക്കമുള്ള പ്രസിഡന്റ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ അവരടക്കമുള്ള ആളുകളോട് ഈ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അവരത് സന്തോഷത്തോടെ ഏറ്റെടുത്തു എന്നുള്ള ഇന്നത്തെ ദിവസം വലിയൊരു സന്തോഷമുള്ള ദിവസം കൂടിയാണ്. നമ്മൾ ഈ ആശയം ഇവരോട് പറഞ്ഞത്. നമ്മുടെ ഈ പ്രദേശത്ത് നേരത്തെ പ്രസംഗങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ KMCC നേതാക്കന്മാരൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മണ്ഡലത്തിൽ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള സ്കൂളാണ്